It's all about humanity. About humanity. It's all about humanity. What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗ് അല്ല, ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ ഏത് ബൈക്കിനെന്ന് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇന്ത്യൻ്റെ FTR. ഈ FTR എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ട്രാക്ക് റേസറാണ്. അതൊരു 1200cc വണ്ടിയാണ്. ശരിക്കും ഇന്ത്യൻ എന്ന് പറഞ്ഞ ആ കമ്പനി ക്രൂസർ ബൈക്സാണ് മെയിനായിട്ട് ചെയ്തേക്കണേ. ഇത് അവരുടെ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റാണ് അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് അവരുടെ ഫ്ലാറ്റ് ട്രാക്ക് റേസർ ബൈക്സ് ഭയങ്കര ഫേമസ് ആണ്. ഈ ഫ്ലാറ്റ് ട്രാക്ക് റേസിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിച്ച് കളിക്കാനാണ് ഈ ഫ്ലാറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇന്ത്യൻ്റെ ബൈക്സ് ഭയങ്കര ഫേമസ് ആണ്, കുറേ റേസൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മുടെ FTR1200 ഇന്ത്യൻ ഇറക്കിയേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ FTR1200. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ് ലാമ്പ് കാണാം. ഫുൾ LED ഹെഡ് ലാമ്പ്സാണ്. ഇവിടെ ഇന്ത്യൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട് ഹെഡ് ലാമ്പിൻ്റെ അകത്ത്. പിന്നെ 43mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തേക്കണേ. അത് അത്യാവശ്യം നല്ല ഒരു ട്രാവലുള്ളൊരു സസ്പെൻഷനാണ്. നമുക്ക് ഇത്തിരി സോഫ്റ്റ്വെയർ സൈഡിലേക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇന്ത്യൻ FTRന് അവൈലബിൾ ആക്കിയാണ്. ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കാൻ പോയാൽ ഡുവൽ ഡിസ്ക് 320mm ബ്രെംബോയുടെ ബ്രേക്സ് ആണ് വിത്ത് ഡുവൽ ചാനൽ ABS. അത് നമുക്ക് സ്വിച്ചബിൾ ആണ്. നമുക്ക് ബാക്കിലത്തെ ABSും ട്രാക്ഷനും നമുക്ക് ഓഫാക്കാൻ പറ്റും. അപ്പോൾ അത് അടിപൊളി കാര്യമാണ്. കാര്യം നമുക്ക് ട്രാക്ഷൻ ഓഫാക്കിയാണ്ടല്ലോ ഈ വണ്ടി ചെറിയ ലെവൽ മാറും കേട്ടോ. പിന്നെ ബാക്ക് വെറുതെ സ്ലൈഡ് ചെയ്തങ്ങ് കളിക്കും. പിന്നെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാൻ പോയാൽ എഞ്ചിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 1203cc V-twin എഞ്ചിനാണ്. നിങ്ങൾക്ക് കാണാം V-twin എഞ്ചിനാണ്. അത് കൂടാണ്ട് ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 125 bhp, ടോർക്ക് എന്ന് പറയുമ്പോൾ 120 Nm ടോർക്ക്. ഈ ടോർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ആ ഇനീഷ്യൽ RPM തന്നെ നമുക്ക് അതിൻ്റെ ടോർക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ റേഡിയേറ്റർ ഉണ്ട്, നല്ല വലിയ റേഡിയേറ്ററാണ്. താഴെ ഒരു ഓയിൽ കൂളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വലിയ എൻജിൻ സൈഡാട്ടോ ഇതിന്. ഭയങ്കര വലിയ എഞ്ചിനും ഭയങ്കര വലിയ റേഡിയേറ്റർ കൂടി നല്ല വലിയൊരു മാസീവ് ലുക്കാണ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും. പിന്നെ എക്സോസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഡുവൽ എക്സോസ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ സിംഗിളായി ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ ഡുവൽ ആവുന്നു. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഷോക്ക് നോക്കാൻ പോയാൽ മോണോ ഷോക്ക് സസ്പെൻഷൻ. ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, സോഫ്റ്റ് ഹാർഡ് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്കിൽ അവൈലബിൾ ആക്കിയേക്കണം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ബാക്കിലത്തെ ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും 265mm ഡിസ്ക്കാണ് വിത്ത് ABS. ഞാൻ പറഞ്ഞു ഡുവൽ ചാനൽ ABS സ്വിച്ചബിൾ ആണ്. ബാക്കിലത്തെ ABS നമുക്ക് ഓഫ് ആക്കിയിടാം. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ ഇതിൻ്റെ ബാക്കിലത്തെ ഹഗ്ഗറിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും അല്ലെങ്കിൽ ലൈറ്റ് അടിയിൽ നിന്ന് മേളിലേക്ക് ആത്തോ. നമ്പർ പ്ലേറ്റിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് നല്ല എന്താ പറയുക, ഒരു സ്ക്രാംബ്ലർ അല്ലേ, അങ്ങനത്തെ ഒരു ലുക്കാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇത് കണ്ട് ഒരു ലൈറ്റ് ഇങ്ങനെ, അതാണ് പാർക്ക് ഇങ്ങനെ ചുറ്റും നടന്നിട്ട് ഇന്ത്യൻ അവിടെ തെളിഞ്ഞിരിക്കും. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എത്തും. നല്ല അടിപൊളി ലുക്കാട്ടോ ആ കാര്യത്തിൽ. നല്ല ലുക്ക്, ബാക്കിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് വണ്ടി. ആ ഡുവൽ എക്സോസ്റ്റ് ആയാലും പക്ക ഒരു സ്ക്രാംബ്ലർ ലുക്ക്. പിന്നെ ഇതിന് കൊടുത്തേക്കുന്ന ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡൺലപ്പിൻ്റെ ടയേഴ്സാണ്. ഫ്രണ്ടും ബാക്കും അവൈലബിൾ ആക്കിയാണ്. അത് അത്യാവശ്യം ഓൺ റോഡ് ഓഫ് റോഡ് പോവാം. ബാക്കിലത്തെ സസ്പെൻഷനും അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡാണ്. നമുക്ക് ചെറിയൊരു ഗട്ടറൊന്നും ശരിക്കും അറിയത്തുപോലും കേട്ടോ ഈ വണ്ടിയിൽ. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് ക്ലച്ച് അസിസ്റ്റാണ്. അപ്പോൾ അതും അടിപൊളിയാണ്. സ്ലിപ്പർ ക്ലച്ച് ഒരു രക്ഷയില്ല എന്ന് പറയാം. നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോയി ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര രീതിയിൽ ജേർക്കൊന്നും കിട്ടില്ല വണ്ടിയിൽ നിന്ന്. നമുക്ക് നല്ല രീതിയിൽ വണ്ടി കൺട്രോൾ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ടാങ്കില്ലേ, ഇത് ടാങ്ക് അല്ല. നമ്മുടെ ടാങ്ക് വന്നത് ഇതാണ്. ടാങ്കിൻ്റെ ഓപ്പണിങ്. ടാങ്ക് വന്നത് ഇവിടെയാണ്. സീറ്റിൻ്റെ അടിയിലേക്കാണ് ടാങ്ക് കൊടുത്തേക്കണം. സീറ്റിൻ്റെ അടിയിൽ ടാങ്ക് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടി, അതൊരു മോർ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഈ വണ്ടിയിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. അവിടെ ഇന്ത്യയിൽ നിന്ന് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇന്ത്യയിൽ നിന്ന് എഴുതിയേക്കണം. ആ ടാങ്കിൻ്റെ ആ ഷേപ്പും എന്തുകൊണ്ടും വണ്ടി അടിപൊളിയല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. വണ്ടി നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കണ്ടിട്ട്. നെക്സ്റ്റ് തന്നെ നമുക്ക് വണ്ടിയുടെ മേളിൽ കയറിയിരിക്കാം. വണ്ടിയുടെ മേളിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വെയിറ്റാണ്. വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 235 kg വണ്ടിയുടെ വെയിറ്റ്. ഉന്തി തള്ളിക്കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 840mm ആണ്. ഞാൻ ബൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു ഹാഫ് ഫുട്ട് എന്ന് വേണേൽ പറയാം. ബൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ബൂട്ട് ഊരിയാലും നമുക്ക് ഫുൾ ഫ്ലാറ്റ് ഫുട്ട് എന്നൊന്നും പറയാനില്ല. കുറച്ച് ടിപ്ടോ എന്ന് വേണേൽ പറയാം.
എൻ്റെ ഹൈറ്റ് 5'6" ആണ്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സീറ്റിൻ്റെ അടിയിലാട്ടോ. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 14 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തേക്കണേ. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ടാങ്കിൽ റേഞ്ച് 200+ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറയുമ്പോൾ പ്രോ ടേപ്പർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹാൻഡിൽ ബാർ നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കണം, പ്രോ ടേപ്പർ. അതിൻ്റെ ഒരു ഭയങ്കര കൺട്രോൾ തരുന്ന ടൈപ്പ്, നല്ല വെയിറ്റും ആ ഹാൻഡിൽ ബാറിന് നല്ലൊരു ഷേപ്പും നല്ലൊരു പൊസിഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ട്രാക്ക് റേസിൽ നമ്മൾ ശരിക്കും കയറി നമ്മളൊരു റേസിന് വേണ്ടി ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ വണ്ടിയിൽ അവർ അവൈലബിൾ ആക്കിയാണ്. നമുക്ക് നേരെ വണ്ടി ഓണാക്കാം. ഇതൊന്ന് ഓണായി വരാൻ 20 സെക്കൻഡ്സ് എടുക്കും, പക്ഷേ പെട്ടെന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റും. വെയിറ്റ്, ഇന്ത്യൻ FTR. ടച്ച് സ്ക്രീനാണ്. നമുക്ക് ഗ്ലൗസ് ഇട്ടാലും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിൽ. ശരിക്കും പറഞ്ഞാൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ കാണിക്കും, പിന്നെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡ്, ഇത് RPM. പിന്നെ നമുക്കിവിടെ മോഡ്സ് മാറ്റാം. ഇത് ട്രാക്ഷൻ കൺട്രോളിൻ്റെയാണ്. മോഡ്സ് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് റെയിൻ മോഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്പോർട്സ് മോഡ് ഉണ്ട്. ഇത്രയും മോഡ്സാണ് ഇവിടെ അവൈലബിൾ. പിന്നെ ഇത് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കാം, ഓണാക്കാം. കണ്ടോ, ഇതാണ് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യം. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. മ്യൂസിക്, പാട്ട് കേൾക്കണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഫോൺ കണക്ട് ചെയ്തിട്ട്. പിന്നെ ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജിങ് USB പോർട്ടും കൂടെ ഉണ്ട് ഈ അടിയിലായിട്ട്. ഫാസ്റ്റ് ചാർജിങ് പോർട്ടാണത്. പിന്നെ ഈ സ്വിച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പാസ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മെനുവിലേക്ക് പോകാനുള്ള ബട്ടണാണ്, കണ്ടോ. ഈ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് മെനുവിലേക്ക് പോകാം. പിന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഫുൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 2 തീം വെക്കാം. ഇത് 1, ഇത് 2, അങ്ങനെ 2 തീമൊക്കെ വെക്കാം നമുക്ക്. ഇതിൽ മാപ്പും കോമ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തീമിൽ. പിന്നെ ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ. പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ. ഇത് മിറേഴ്സ് ചെറിയ മിറേഴ്സാണ്, ബട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം. ഇതാണ് കേട്ടോ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അത് ഞെക്കി പിടിക്കുമ്പോഴാണ് സ്റ്റാർട്ടാവണത്. കണ്ടോ, ഭയങ്കര ഒരു ഹെവി ബാസ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു സൗണ്ടാണ്, ഒരു വെറൈറ്റി സൗണ്ടാണ് ശരിക്കും ഇത്. ആ ഒരു V20 തന്നെ. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്ത്യൻ FTR1200. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി ഓടിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര അപ്രൈറ്റ് ആയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. കാര്യം ഫുട് പെക്സ് നിങ്ങൾക്ക് കാണാൻ ബാക്കിലോട്ടാണ്. ചെറിയൊരു അഗ്രഷനും കുറച്ച് ഫ്രണ്ടിലേക്കും ലീനോട് കൂടിയാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത് നമുക്ക് ഇത്രയും കൂടെ കോൺഫിഡൻസ് തരും ശരിക്കും ഫ്ലാറ്റ് ട്രാക്കൊക്കെ ഓടിക്കാനും. അത് കൂടാണ് നമുക്ക് റോഡിൽ ഓടിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്ത് നടക്കാനും ഒരു കോൺഫിഡൻസ് തരും ഈ വണ്ടി എന്ന് പറഞ്ഞാൽ. ഒരു മീഡിയം റേഞ്ചാണ്, അത്ര സോഫ്റ്റോ അത്ര കുഷൻഡോ ഒന്നുമല്ല, ഒരു മീഡിയം റേഞ്ച് സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ പില്യൻ സീറ്റ് കംഫർട്ടബിൾ ആണെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം ഈ വണ്ടിയുടെ പവർ അനുസരിച്ച് ചെറിയൊരു പില്യൻ സീറ്റാണ്. പില്യനെ ഇരുത്താണ്ട് ഓടിക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ പവർ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഈ 1000 RPM മുതൽ അങ്ങ് ഫുൾ RPM വരെ നമുക്ക് ഭയങ്കര പവർ ഡെലിവറിയാണ്. ടോർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വെറുതെ ഒന്ന് കൈയെടുത്ത കണ്ടോ, നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും. അതിന് വലിയ വണ്ടിക്ക് ബുദ്ധിമുട്ടൊന്നും കാണിക്കില്ല വണ്ടി, നമ്മൾ കൈ കൊടുത്ത് അപ്പോൾ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നല്ല രീതിയിൽ ടോർക്ക് ഉണ്ട്. ആ 120 Nm ടോർക്ക് നമുക്ക് ആസ് സൂൺ ആസ് നമ്മൾ ആ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്കപ്പോൾ 0 to 100 ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അമ്മേ എൻ്റെ വയർ, അയ്യോ, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ പൊന്നോ. അപ്പോൾ അതായിരുന്നു എൻ്റെ മുഖം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായോ അറിയില്ല, പക്ഷെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഓ മൈ ഗോഡ്. പിന്നെ ഇതിൻ്റെ മീറ്റർ നമുക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങനെ മാറും കേട്ടോ. കണ്ടോ, ഇപ്പോൾ തീം മാറിയില്ലേ, പിന്നെ മാറി. അപ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ തീമൊക്കെ മാറ്റി കളിക്കാം മീറ്ററിൻ്റെ. നെക്സ്റ്റ് പറയുമ്പോൾ എൻ്റെ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ലൊരു ഗിയർ ബോക്സാണ്. നമുക്ക് നല്ല റെസ്പോൺസാണ്. സ്ലിപ്പർ ക്ലച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കാര്യം നല്ല സ്പീഡിൽ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഗിയർ ഡൗൺ ചെയ്താലും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്ന്. കണ്ടോ, വെറുതെ എപ്പോഴും വലിച്ചോണ്ട് പോകും നമ്മളെ. ഇത്
ഇത് എനിക്ക് എന്താ പറയുക, ഒരു ഹാർലി ഡേവിഡ്സൺ 1200 നമുക്കൊന്ന് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ റിഫൈൻമെൻറ്റ് അടിപൊളിയാണ്. ഹാർലി ഞാൻ ഓടിച്ചിട്ടുണ്ട്, അത്യാവശ്യം ബിഗ് ബൈക്സ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിഫൈൻമെൻ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു രക്ഷയില്ലാത്ത റിഫൈൻമെൻറ്റാണ്. വൈബ്രേഷൻ ഉണ്ട്, ഹയർ RPMസിലൊക്കെ നമുക്ക് വൈബ്രേഷൻ ഉണ്ട്. ബ്രേക്സ് അടിപൊളിയാണ്, ബ്രേക്സ് ഒരു രക്ഷയില്ല, അടിപൊളി ബ്രേക്കിംഗ് ആണ്. നല്ല രസമാണ് ഇത് ഓടിക്കാനായാലും, നമുക്ക് സിറ്റിയിലൂടെ ഓടിക്കാനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കൺട്രോളിംഗ് ആണ്, ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ് ഇതിൻ്റെ സസ്പെൻഷൻ ഒന്നും പറയാനില്ല. നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബംസോ അല്ലെങ്കിൽ അൺഈവൻ റോഡ്സൊന്നും നമ്മൾ ശരിക്കും അറിയത്തുപോലുമില്ല. കാര്യം വണ്ടിയുടെ സസ്പെൻഷൻ അത് നല്ല രീതിയിൽ ഡാമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ പോലും അറിയത്തില്ല. നമുക്ക് ചെറിയ ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് വേണേൽ ചെയ്യാം ഈ വണ്ടിയിൽ. പക്ഷേ വെയിറ്റ് ഉണ്ട്, വെയിറ്റിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യം കൊണ്ടും അടിപൊളിയത്. റെസ്പോൺസ് എന്ന് വെച്ചാൽ ഭയങ്കര റെസ്പോൺസീവ് കേട്ടോ. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് വീലിയൊക്കെ അടിക്കാം, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൂപ്പർ ബൈക്കും നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ പറ്റില്ല. കാര്യം ഹീറ്റിംഗ്, ഒരു രക്ഷയില്ലാത്ത ഹീറ്റിംഗ്. ഇത് നമ്മൾ 180 താഴെയൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹീറ്റ് അടിക്കും നമ്മുടെ കാലിൽ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ലെഗിൽ. കാര്യം ഈ ഭാഗത്താണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ ഇരിക്കണം. അപ്പോൾ ആ ഫാൻ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ അടിക്കും. നമ്മൾ പയ്യൊക്കെ ഓടിക്കുവാണെങ്കിൽ ഇതിന് അത്യാവശ്യം സ്പീഡ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഫ്ലോ വന്നം ഈ വണ്ടി ഓടുന്നതനുസരിച്ച്, അപ്പോഴാണ് ഇതിന് നല്ലൊരു കൂളിംഗ് കിട്ടുന്നത്. പിന്നെ ക്ലച്ച് ഇതിൻ്റെ കുറച്ച് ഹാർഡർ സൈഡാട്ടോ, സോഫ്റ്റ്വെയർ സൈഡല്ല, മീഡിയം അല്ല, കുറച്ച് ഹാർഡർ സൈഡാണ് ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഓടിക്കാനായാലും കുറച്ച് രീതിയിൽ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് നമുക്ക് 120, 130, 140 ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്തു പോകാം. കാര്യം ഇതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ഉള്ളി ഹയർ RPMസിൽ മാത്രമേ നമുക്ക് വൈബ്രേഷൻ ആയിട്ടുള്ളൂ. അധികം ലോങ് റൈഡ്സ് പോകുമ്പോൾ നമുക്ക് കാൽ ചിലപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നേരെയാക്കാൻ തോന്നും. പിന്നെ പില്ലിയൻ സീറ്റിലായാലും കാല് ഭയങ്കര പൊങ്ങിയായിരിക്കണം. അപ്പോൾ നമുക്ക് പില്ലിയൻ ശരിക്കും ഇതിൽ ഇരിക്കാണ്ട് ഓടിക്കാനാണ് അതിൻ്റെ ആ ഒരു സുഖം. പക്ഷേ എങ്ങനെ ഏതെങ്കിലും നിമിഷങ്ങൾ നമുക്ക് പില്ലിയനെ ഇരുത്തണമെന്ന് തോന്നിയാൽ നമുക്ക് പില്ലിയൻ അധികം നേരം നമുക്ക് ഈ പില്ലിയനെ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കൂടുതൽ നേരം ഇരിക്കുമ്പോഴത്തേക്കും. പിന്നെ റൈഡിങ് മോഡ്സ്, റെയിൻ മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ട്രാക്ഷൻ ആയിരിക്കും. ആ ഫുൾ പവറൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴാണ് നമുക്ക് ഫുൾ പൊട്ടൻഷ്യലും വണ്ടിയുടെ അറിയണം. സ്റ്റാൻഡേർഡ് മോഡിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല അത്ര പവർ ഔട്ട്പുട്ട് ഇല്ല, എന്നാലും നല്ല രീതിയിൽ പവർ ഔട്ട്പുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒന്ന് മോഡ് മാറ്റിയേക്കാം. സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കിടക്കണേ. റെയിനും വേണേൽ സ്പോർട്ടിലിട്ട ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്രാഫിക്കിൽ ഓടിക്കാൻ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് മനസ്സിൽ കരുതണം. ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് അടിപൊളിയാട്ടോ. നമുക്ക് നല്ല രസമൊക്കെ കേൾക്കാൻ വണ്ടി ഓടിക്കുമ്പോഴും. നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീല് തന്നെ ഇത് കേൾക്കുമ്പോഴത്തേനും. നല്ല ഒരു എന്താ പറയണ്ടേ, നല്ലൊരു അടിപൊളി ഫീലായിരിക്കും കേൾക്കുമ്പോൾ. ടയേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും ഇത് ഒരു റോഡ് ബയാസ് ടയർ എന്ന് വേണമെങ്കിൽ പറയാം. ഡൺലപ്പിൻ്റെ ടയേഴ്സാണ്. റോട്ടിലാണ് ഇത് അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റോട്ടിലും. അതേപോലെ ഓഫ് റോഡ് അത്ര അടിപൊളിയല്ല, ബട്ട് എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ഓൺ റോഡ് ഓഫ് റോഡ് ടയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ക റോഡ് ടയറൊക്കെ വേണമെങ്കിൽ നമുക്ക് അതേപോലത്തെ റോഡ് ടയർ നമുക്ക് വാങ്ങിച്ചിടാം. അതേപോലത്തെ പെർഫോമൻസ് കിട്ടും കോർണറിങ്ങിൽ. ഈ ടയറിൽ നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഫ്ലിക്കബിളാണ്. നമുക്ക് ആ ഒരു വെയിറ്റ് ഒന്നും തോന്നില്ല വണ്ടിയിൽ. ആ ഒരു 235 kg ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് നല്ല സിമ്പിളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം. ആ റൈഡിങ് പൊസിഷൻ ആയാലും നമുക്ക് നല്ല കംഫർട്ടബിളാണ്. ചെറിയൊരു ഓപ്പൺ റോഡ് ഇടുമ്പോൾ കൈ കൊടുക്കാൻ തോന്നും. എനിക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഇങ്ങനെ ഒന്ന് കൈ കൊടുക്കും. അതൊരു സമാധാനം, അതുകൊണ്ട് മാത്രം. നമുക്ക് ചെറിയൊരു ഓഫ് റോഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ എഴുന്നേറ്റ് നമുക്ക് സുഖമായിട്ട് എഴുന്നേറ്റ് പോവാം. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ അടിപൊളി. ഞാൻ സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ സൈഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വണ്ടി കൊണ്ട് നടക്കാം. സിറ്റി പേർപ്പസ് ആയാലും ലോങ് റൺ ഹൈവേസിലായാലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ഹൈ സ്പീഡ്സിൽ നല്ല സ്റ്റേബിളാണ് വണ്ടി. ലോ RPMൽ ചെറിയൊരു നോക്കിങ് ഉണ്ട്. വണ്ടി എപ്പോഴും ഒരു 2000 മേളിൽ നിൽക്കണം. അപ്പോഴാണ് വണ്ടി ആ സ്മൂത്തായിട്ട് പോകുള്ളൂ. 2000 താഴെ പോകുമ്പോൾ ചെറിയൊരു RPM, ചെറിയൊരു നോക്കിങ് അല്ലെങ്കിൽ ചെറിയൊരു മിസ്സിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വണ്ടിക്ക് എപ്പോഴും പവർ വേണം, അതാണ് വണ്ടി പറയണത്.
അടിപൊളി റൈഡായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് FTR1200 ഒരു രക്ഷയില്ലാത്ത റൈഡായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോണ്ടല്ലോ, ഇരുന്നിട്ട് നമ്മൾ തള്ളാൻ നോക്കുമ്പോൾ ഫുഡ് പെക്സ് ഫോൾഡബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുഡ് പെക്സ് നമ്മൾ കാലിൽ വന്ന് ഇടിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. പക്ഷേ പില്ലിയൻ സീറ്റ് നമ്മളല്ല, ചെറിയ സീറ്റാണ്, നമുക്ക് അങ്ങനെ പിടിച്ച് മലത്തിയൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വണ്ടിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ചൂട് എൻ്റെ പൊന്നോ, ഇപ്പോൾ ഓടിച്ചിട്ട് വന്നുകൊണ്ടാട്ടോ, ഭയങ്കര ചൂടാണ്. ഇവിടെ ഒരു GoPro Max ഉണ്ട് കേട്ടോ. ഇന്ന് ട്രയലിന് വേണ്ടി ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് എടുത്തതാണ്. നമ്മൾ ഷിൻഷാദിക്കയുടെ ഇത് എടുത്തതാണ്. താങ്ക് യു ഷിൻഷാദിക്ക.